നമസ്കാരം. എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്റർനാഷണൽ ബ്രേക്ക് തീർന്നു. നമ്മൾ വീണ്ടും നമ്മുടെ പ്രീമിയർ ലീഗിന്റെ സ്റ്റാർട്ടിംഗ് ആണ് വീണ്ടും വരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ മാച്ചിന്റെ പ്രിവ്യൂ ആണ്. ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാസസ് ലിവർപൂൾ. നമുക്ക് ഫിക്ചർ വന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു ജൂലൈ ആണെന്ന് തോന്നുന്നുണ്ട്. ആ സമയം മുതൽ നമ്മൾ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ പേടിയോടെ നോക്കിയിരിക്കുന്ന ഒരു സാധനമാണ് ലിവർപൂൾ ആയിട്ടുള്ള മാച്ച്. ബാക്കിയുള്ള ആഴ്സണലായിട്ടായാലും സിറ്റി ആയിട്ടായാലും ചെൽസി ആയിട്ടായാലും നമ്മൾ ഓക്കെ മൈൻഡ്. പക്ഷെ ലിവർപൂൾ ആയിട്ടുള്ള മാച്ച് നമുക്ക് കുറച്ച് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ലിവർപൂൾ ആ ടൈമിൽ നടത്തിയ സ്പെൻഡിങ്, ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ നടത്തിയിട്ടുള്ള സ്പെൻഡിങ്, അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം അവർ കൊണ്ടുവന്ന പ്ലേയേഴ്സ്, നമ്മൾ ആ പേപ്പറിൽ തന്നെയുള്ള ആ ഒരു സ്ട്രെങ്ത് കണ്ടു കഴിഞ്ഞാൽ ഇക്കിട്ടേക്ക്, ഇസാക്ക്, വിഡ്സ്, ഫ്രിംബോങ്, ഈ വക പ്ലേയേഴ്സിനെല്ലാം കൊണ്ടുവന്ന അവരൊരു ടീം, കഴിഞ്ഞ വട്ടം പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാരായ ടീം ഈ വട്ടം അവരുടെ ടീം സെറ്റപ്പ് ചെയ്ത് ബിൽഡ് ചെയ്ത ലെവൽ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വട്ടം ആ ഫിക്ചർ കാണുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. സീസൺ തുടങ്ങാനായിട്ട് മുമ്പ് ജൂലൈയിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ ഫിക്സ്റ്റേഴ്സ് വന്നിട്ടല്ലേ. പക്ഷെ സീസൺ തുടങ്ങി, ആദ്യത്തെ അഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞു. സെപ്റ്റംബറിൽ ആദ്യത്തെ ഇന്റർനാഷണൽ ബ്രേക്ക് വന്ന ടൈം തൊട്ട് ലിവർപൂളിന്റെ കാര്യത്തിൽ ആ ഭയം കുറഞ്ഞു. കാരണം നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു മത്സരം വിജയിച്ച് കളിച്ചിട്ടോ ഒന്നുമല്ല. അവരുടെ പെർഫോമൻസ് വിചാരിച്ചതിലും താഴോട്ടാണ് പോയിട്ടുള്ളത്. അത് ഇംഗ്ലീഷ് മീഡിയാസ് പറയില്ല. ഇംഗ്ലീഷ് മീഡിയാസിന്റെ കാര്യം നമുക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ലേ, അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ പറയണം. അത് ഇപ്പോഴല്ല, അത് കുറച്ച് നാൾ കഴിയട്ടെ. ഇത് എത്രത്തോളം പോകുന്നുണ്ടെന്ന് നോക്കട്ടെ. കാരണം അവരുടെ പ്ലേയേഴ്സ് ഒന്നും ഫ്ലോപ്പല്ല, 0-0 ഒന്നും അവർക്കില്ല. അങ്ങനെ അതൊക്കെ അപ്പോളജീസ് ചെയ്യുന്ന, അതോ അങ്ങനെയൊന്നും ഒരു പ്ലെയറിനെ മൈൻഡിൽ തളർത്തരുത് എന്നൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിലേക്കൊക്കെ വിടാം. പക്ഷെ ആദ്യത്തെ ആ 5 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ജയിച്ച, അവർ തന്നെയായിരുന്നു ടോപ്പ് 1. പക്ഷെ അവർ ജയിച്ച മാർജിൻ എന്ന് പറയുന്നത് വളരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനായിട്ടും താഴെയായിരുന്നു. കാരണം നമുക്കറിയാം പ്രീമിയർ ലീഗ് ആണ്, അവിടെ അഡാപ്റ്റ് ചെയ്യാൻ വരുന്ന പ്ലേയേഴ്സിനായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ ഒപ്പം ലിങ്കപ്പ് ആവാൻ സമയമെടുക്കും. മിക്ക ടീമിനും പറ്റുന്നൊരു കാര്യം തന്നെയാണ്, സമയമെടുക്കട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന അവസരം, കാരണം ഇപ്പോഴും ഞാൻ ലിവർപൂളിനെ എഴുതി തള്ളില്ല. കാരണം ലിവർപൂള് സ്ട്രോങ് സൈഡ് തന്നെയാണ് ഇപ്പോൾ, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ലിവർപൂളിന്റെ പൊട്ടൻഷ്യൽ, ലിവർപൂള് അല്ലെങ്കിൽ ആ പ്ലേയേഴ്സിന്റെ പൊട്ടൻഷ്യൽ മൊത്തം ആ പ്ലേയേഴ്സ് യൂസ് ചെയ്ത് നാളത്തെ മത്സരത്തിൽ എങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. കാരണം മത്സരം നടക്കുന്നത് ആൻഫീൽഡിലാണ്. ആൻഫീൽഡിൽ ക്രൗഡിന് മുമ്പിൽ മത്സരത്തിൽ ജയിക്കുക പോയിട്ട് മത്സരത്തിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയാൻ തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഒന്ന് ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യണം, പിന്നെ പ്ലേയേഴ്സ്, പിന്നെ ലക്ക്, പിന്നെ റഫറിങ് വേറൊരു സൈഡ്, അത് പിന്നെ പറയാം. ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ ലിവർപൂളിന്റെ ആൻഫീൽഡിൽ നിന്ന് ജയമോ സമനിലയോ പിടിച്ച് പുറത്തു വരാൻ പറ്റുള്ളൂ. ഇത് ഹാൻഡിൽ ചെയ്തെങ്കിൽ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഏറെക്കുറെ കോച്ചിനെ മാറ്റില്ല എന്ന് മാനേജ്മെന്റും അതുപോലെ തന്നെ ഓണേഴ്സും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓണർ പറഞ്ഞിട്ടുണ്ട് കോച്ചിനെ ചേഞ്ച് ചെയ്യില്ല. 3 years ഒക്കെ നിൽക്കുമെന്ന് കണ്ടറിയണം, പക്ഷെ കോച്ചിനെ ചേഞ്ച് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രഷർ വരാൻ പോകുന്നത് പ്ലേയേഴ്സിന്റെ ഭാഗത്താണ്. കാരണം കോച്ചിനെ അവരെന്തായാലും സാക്ക് ചെയ്യില്ല. പ്ലേയേഴ്സ് അവരുടേതായ ഒരു ഔട്ട്പുട്ട്, കാരണം ഞാൻ പറഞ്ഞത് ആഴ്സണലിനെതിരെ, സണ്ടർലാൻഡിനെതിരെ മത്സരം അടിപൊളിയായിട്ടാണ്, സൂപ്പറായിട്ടാണ് കളിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ആഴ്സണലിനെതിരെ കളിച്ച പോലെ കുറച്ച് കൺട്രോൾഡ് ആയിട്ട്, കുറച്ച് അഗ്രസീവായിട്ട് കളിച്ചതാണ് നമുക്ക് ലിവർപൂളിനെതിരെ എന്തെങ്കിലും ഒരു മിറാക്കിൾ നടത്തിയെടുക്കാൻ സാധിക്കും. ആൻഫീൽഡില് ലിവർപൂളിനെതിരെ വിജയിച്ച് പുറത്തിറങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ സീസൺ ത്രൂ ഔട്ട്, അതായത് 38 മത്സരങ്ങൾ ജയിക്കാൻ വേണ്ട കിക്ക് നാളത്തെ ഈ ഒരൊറ്റ മത്സരം ജയിച്ചാൽ കിട്ടും. ഇനി നടക്കാൻ പോകുന്ന 38 മത്സരങ്ങൾ ജയിക്കാനുള്ള കിക്ക് ഒരൊറ്റ മത്സരത്തിൽ നിന്ന് കിട്ടും. കാരണം ആൻഫീൽഡിൽ പോയിട്ട് ഈ ലിവർപൂളിന് ഇത്രയും ടോപ്പ് ലെവൽ സൈനിങ്സ് നടത്തി ഇത്രയും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ലിവർപൂളിനെ തോൽപ്പിക്കാൻ സാധിച്ചാൽ, അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ
ഷുവർ പറയുന്നു ഈ സീസൺ ത്രൂ ഔട്ട് കിട്ടാൻ പോകുന്ന ഒരു കിക്ക് തന്നെ ആയിരിക്കും. അത് കോച്ചിനായാലും പ്ലേയേഴ്സിനായാലും ടീമിന് മൊത്തത്തിലായാലും ഫാൻസിനടക്കം ഈ നമ്മൾ പറയുന്നത് നമുക്കടക്കം ഈ സീസൺ ഇത്രയും നാളും കളിച്ച കളികളിൽ നിന്നെല്ലാം മറക്കും. അമോറിയും സാക്ക് അതെല്ലാം പോകും. ഈ ഒരൊറ്റ വിജയം മതി. അതെല്ലാവർക്കും അറിയാം, ടീമിനറിയാം, പ്ലേയേഴ്സിനറിയാം. പക്ഷെ ആൻഫീൽഡിൽ പോയി ജയിക്കുക എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, അത്രയും പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ അത്രയും നെഗറ്റീവ്സ് ഉണ്ട്. ആൻഫീൽഡിൽ പോയിട്ടൊരു തോൽവി നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇനി സംഭവിക്കാൻ പോകുന്നത് വളരെ ദയനീയമായിരിക്കും. കാരണം ആൻഫീൽഡിൽ ഇത്രയും ഒരു സമയത്ത് പോലും ലിവർപൂളിനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ നമ്മുടെ പ്ലേയേഴ്സിന്റെ കുറ്റം തന്നെയായിരിക്കും. സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞു, പ്ലേയേഴ്സിന് റെസ്റ്റ് ഇല്ല, അതൊന്നും പറയാനില്ല. കാരണം നമ്മൾ സമയം കിട്ടിയ മത്സരങ്ങളിൽ പോലും 7 ദിവസമൊക്കെ ഗ്യാപ്പ് പോകുന്ന മത്സരങ്ങളിൽ പോലും ജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ പിന്നെ സമയത്തിന്റെ അല്ല, മെന്റാലിറ്റിയുടെയാണ്. അപ്പോ നമ്മുടെ പ്രിഡിക്റ്റബിൾ ലൈനപ്പ് എന്തായിരിക്കും നാളത്തെ പ്രിഡിക്റ്റബിൾ ലൈനപ്പ് എന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു ലൈനപ്പാണ് ഞാൻ പറഞ്ഞത്. മേ ബി ചാൻസ് ഉള്ളൊരു, അല്ലെങ്കിൽ അമോറിയമിന്റെ സിസ്റ്റത്തിൽ എന്തായാലും ആ ഫോർമേഷൻ മാറാൻ ചാൻസ് ഇല്ല. സോ ആ ഫോർമേഷനിലുള്ള എന്തായാലും വരാൻ പോകുന്ന ചാൻസ് ഉള്ള പ്ലേയേഴ്സ് എന്തായാലും ഫസ്റ്റ് ഗോൾ കീപ്പർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ലാമിൻസ് ഉറപ്പായിരിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റില് 3 സെന്റർ ബാക്ക് ആണല്ലോ ഉള്ളത്. ആ 3 സെന്റർ ബാക്കിലെ എന്തായാലും ലെഫ്റ്റ് സൈഡില് ലൂക്ഷോ ആയിരിക്കും, സെന്ററിൽ ഡിലിറ്റ്, ഓഫ് കോഴ്സ് ഡിലിറ്റ് തന്നെ, റൈറ്റ് സൈഡിൽ യൂറോ. ഇനി വിം ബാക്സ് ആണ്. ലെഫ്റ്റ് വിം ബാക്ക് ആയിട്ട് എന്തായാലും ഡോർഗുവിനെ ആയിരിക്കും. ഡോർഗു ഡിഫെൻഡിങ്ങും അതുപോലെ തന്നെ കേപ്പബിൾ ആണ് റണ്ണിങ്ങും, രണ്ടിനും ഈക്വലായിട്ട് പറ്റുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് എന്തായാലും ലെഫ്റ്റ് വിങ് എന്തായാലും ഒരു ഡോർഗുവിന്റെ ആയിരിക്കും. റൈറ്റ് വിങ് ഡയലോട്ട് ഞാൻ പറയില്ല, എടുക്കില്ല. എന്റെ കാരണം ഞാൻ മുമ്പത്തെ ഇതിലും പറഞ്ഞിട്ടുണ്ട്, ഡയലോട്ടിന് എനിക്ക് ആഗ്രഹമില്ല എങ്കിൽ പോലും ഡയലോട്ടിനാണ് ചാൻസ് കൂടുതൽ. മസ്രാവി ഫിറ്റ് അല്ലെങ്കിൽ, മസ്രാവി ഫിറ്റ് ആണെങ്കിൽ മസ്രാവി ഉറപ്പായിരിക്കും. പക്ഷെ മസ്രാവി ഫിറ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല, ഉറപ്പില്ല. മേ ബി ഞാൻ മസ്രാവി തന്നെ എടുക്കുള്ളൂ. ഇനി സെൻട്രൽ മിഡ്ഫീൽഡ് ആണ് പ്രശ്നം. പക്ഷെ എന്തായാലും ബ്രൂണോ ഫെർണാണ്ടസ്, കസെമീറോ ഓർ ഉഗാട്ട്. മേ ബി കസെമീറോ ഉറപ്പാണ്. ബ്രൂണോ ഫെർണാണ്ടസും കസെമീറോ ആയിരിക്കും മിഡ്ഫീൽഡ്. പിന്നെ അറ്റാക്കിങ്ങിലേക്ക് വന്ന ആദ്യത്തെ 2 പേര് എന്തായാലും മത്തേസ് കുനിയ ചാൻസ് കുറവാണ്. മൗണ്ട് ഫിറ്റ് ആണെങ്കിൽ മത്തേസ് കുനിയ പുറത്തിരിക്കേണ്ടി വരും. മൗണ്ടും എംബൂമേ ആയിരിക്കും ഫ്രണ്ട് 2. ദെൻ സ്ട്രൈക്കർ ഇംഗ്ലീഷ് മീഡിയാസിന്റെ മാത്രം ഫ്ലോപ്പ് ആയിട്ടുള്ള 4 മത്സരത്തിൽ 2 ഗോൾ അടിച്ച ഇംഗ്ലീഷ് മീഡിയാസിന്റെ മാത്രം ഫ്ലോപ്പ് ആയിട്ടുള്ള സെസ്കോ. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒന്നും അവർക്ക് ഫ്ലോപ്പ് അല്ലല്ലോ, അതുകൊണ്ട് സെസ്കോ. ഈ ഒരു പ്രിഡിക്റ്റബിൾ ലൈനപ്പ് ആയിരിക്കും വളരെയധികം ചാൻസ്. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് യുഗാത്തെ കസിമീറോ കോംബോ പരീക്ഷിക്കുക, അല്ലെങ്കിൽ മെയിനു എനിക്ക് ഉറപ്പില്ല, ആഗ്രഹമുണ്ട്, ഉറപ്പില്ല. കസമീറോ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പില്ല, പക്ഷെ ആഗ്രഹമുണ്ട്. നടക്കും നടക്കില്ല എന്നറിയില്ല. അപ്പോൾ ഇനി നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ജയിക്കണം. എല്ലാ മത്സരത്തിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കണം, ഞാൻ മുമ്പത്തെ പ്രഡിക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഓഫ് കോഴ്സ് ആഗ്രഹമാണ്. ഒരു 1-0 ഓർ 2-1 ഇത് തന്നെയാണ് ഈ വട്ടം. അതിൽ 2-1, 1-0. മേ ബി ലിവർപൂൾ ജയിക്കുകയാണെങ്കിൽ 2-1, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുകയാണെങ്കിൽ മാക്സിമം 1-0. അതിന് കൂടുതൽ നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പോലെ പ്ലേയേഴ്സിന്റെ കയ്യിലാണ്. പ്ലേയേഴ്സ് അതിന്റെ അനുസരിച്ച് ഇന്റൻസിറ്റി കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് 20-30 മിനിറ്റ്സിന് 25-30 മിനിറ്റ്സിനുള്ളിൽ നമുക്കൊരു ലീഡ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആൻഫീൽഡിൽ ലീഡ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ട് റിസൾട്ട് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നാളത്തെ മത്സരം ജയിക്കട്ടെ. ഇനി നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ പറയാം. അപ്പോ നാളെ ജയിക്കട്ടെ. സി യു.